ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഒരു ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മക്കൾക്ക് ഒരു 3 ദിവസം അടുപ്പിച്ചായിട്ട് കോട്ടയം ജില്ലയ്ക്ക് അവധിയാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും മഴയുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നും നല്ല മഴയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം, നമ്മുടെ ചാനലൊന്ന് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ ആ ഒരു മഴയൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റുടനെ ഒരു ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് കുറച്ച് ബൂസ്റ്റും കലക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് ബൂസ്റ്റിട്ട് ചായ കുടിക്കുന്നത്. അപ്പോൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് തന്നെ കുറച്ചൊന്ന് വെയിൽ തെളിഞ്ഞ് വന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തലേ ദിവസം അലക്കിയിട്ടുന്ന ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിരുന്നു. അതൊക്കെ വിരിച്ചിട്ടിട്ടാണ് പിന്നെ അടുത്ത കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാപ്പിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാപ്പി കുടിച്ചിട്ടുള്ള ആ ഒരു കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് വാഷ് ബേസിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചോറിന് കഞ്ഞി വെക്കാനായിട്ട്, നമ്മുടെ ചോറ് വെക്കാനായിട്ട് കഞ്ഞിക്ക് വെള്ളം ഇടാനായിട്ട് പോകണം. അപ്പോൾ അടുപ്പത്താണ് കേട്ടോ ചോറ് വെക്കുന്നത്, വിറകടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ അത് കാരണം രാവിലെ ആ ഒരു കാപ്പി പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളം വെച്ചിട്ട് ചോറ് വെക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അടുപ്പത്ത് തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കും കേട്ടോ. കുടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് ചോറ് ഇടുന്നത്. അപ്പോൾ ആദ്യമേ വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചൊന്നിടുകയാണ്. അപ്പോൾ രാവിലെ കാപ്പിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് അടുപ്പത്താണ് വയ്ക്കുന്നത്. അതല്ലാതെ ചോറും വെള്ളം തിളപ്പിക്കലും കുളിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കലൊക്കെ അടുപ്പത്താണ് കേട്ടോ ചെയ്യുന്നത്, വിറകടുപ്പത്ത്. അപ്പോൾ ആ ഒരു കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അടുപ്പും ഗ്യാസും എല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇടും കേട്ടോ. അപ്പോൾ ഇനി കറിയൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇനി കറിയുടെ പരിപാടികളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ രാവിലെ കാപ്പി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ അന്നേരം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കഴിച്ച പാത്രങ്ങളൊക്കെ കുറച്ചുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കലാണ് കേട്ടോ. അപ്പോൾ സാധാരണ സ്കൂളുള്ള സമയത്താണെങ്കിൽ രാവിലെ ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ, മക്കളൊക്കെ പോയതിന് ശേഷമാണ് പാത്രം കഴുകലും ഇതുപോലെ തുടയ്ക്കലും ക്ലീനിങ്ങും അടിച്ചു വാരലൊക്കെ നടത്തുന്നത്. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം തന്നെ പെട്ടെന്ന് ആ ഒരു കിടന്ന പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കഴിച്ച ശേഷമുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കഴുകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്കൂളും കൂടി ഇല്ലാത്ത കാരണം കുറച്ച് എഴുന്നേൽക്കാനും താമസിക്കും. അതുപോലെ തന്നെ കുറച്ച് പണികളൊക്കെ മെല്ലെയാണ് നടക്കുന്നത്. എന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിലാവും കേട്ടോ. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ഗ്യാസ് അടുപ്പത്ത് പെട്ടെന്ന് വയ്ക്കും. ചോറ് അടുപ്പത്ത് കിടന്നങ്ങ് വേവും. ആ ഒരു സമയം കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഡ്രസ്സൊക്കെ എടുത്ത് മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വെയിൽ. അപ്പോൾ അതൊക്കെ കൊണ്ടൊന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തുണിയെല്ലാം വാരി മുറ്റത്തിട്ട് ഇനി ആ കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴുകാൻ കിടന്ന പാത്രങ്ങളെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വെച്ചു. പിന്നെ ആ ഒരു അടുപ്പിൻ്റെ അകത്ത് ഇട്ടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ ആ ഒരു പാത്രം നമ്മൾ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ലാഭിക്കാൻ പറ്റും. നമ്മൾ പൈപ്പ് തുറന്ന് വെച്ചിട്ട് പാത്രമൊക്കെ കഴുകിയിട്ട് ഒരുപാട് വെള്ളം വേസ്റ്റ് ആയിപ്പോകും. അപ്പോൾ ഇതുപോലെ പാത്രമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കൊച്ചു ബേസിനൊക്കെ വെച്ച് വെള്ളം പിടിച്ച് വെച്ചിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അധികം വെള്ളം അങ്ങോട്ട് ചിലവാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓരോ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ സമയത്ത് ഇടയ്ക്ക് വെയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് തുണി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ മഴയൊന്ന് മൂടിക്കെട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് മുറ്റുമെല്ലാം ഒന്ന് അടിച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ദിവസമായിട്ട് മഴയായത് കാരണം മുറ്റമൊന്നും അങ്ങനെ അടിച്ച് വാരി വൃത്തിയാക്കി ഇടുന്നില്ല കേട്ടോ. കാരണം നല്ല മഴയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുറ്റത്തിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ സിമെൻറ്റ് ഇട്ടിട്ടുള്ളത് കാരണം കുറച്ച് വഴുക്കലും ഉണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ അങ്ങോട്ട്
ഇറങ്ങി മുറ്റം അടിക്കാനൊന്നും പോകത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ ഒരു വീടിൻ്റെ തിണ്ണ വശത്താണെങ്കിൽ ഷീറ്റ് ഇട്ട കാരണം അധികം അങ്ങോട്ട് നനയത്തില്ല. അപ്പോൾ ആ ഒരു വശമൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയ സമയത്ത് തന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കിടക്കുന്ന പൊടിയൊക്കെ ഞാൻ വിറക് കൊത്തിപ്പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഈ ഒരു വെയിൽ മാറി നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ബാക്കി തൂക്കാനും പറക്കാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ആ ഒരു കയറുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇപ്പോൾ മഴ തെളിഞ്ഞ് വരുന്ന സമയത്ത് അവിടെയൊക്കെ കുറച്ചൊരു വെള്ള നനവായിട്ട് കിടക്കും കേട്ടോ. ഈ ചുമര് വഴി ഇറങ്ങി വന്നിട്ട് ആ ഒരു വെള്ള നനവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ച് വാരി ഇടാനൊക്കെ ഓർത്ത് നിന്നപ്പോഴത്തേക്കും മഴ തുടങ്ങി. പിന്നെ ഞാൻ വാരിയിട്ട ആ ഒരു ഡ്രസ്സെല്ലാം അന്നേരം തന്നെ എടുത്ത് കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ വിചാരിച്ചു ഇനി പുറത്തെ പണി പിന്നെ ചെയ്യാം, ഇനി അകത്തത്തെ പരിപാടികൾ ചെയ്യാമെന്ന്. പിന്നെ തൂക്കാനും അതുപോലെ തന്നെ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് വാരാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ മോൾ എഴുന്നേറ്റിട്ട് അവളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യമേ തന്നെ ആ ഒരു ടേബിളും അല്ലെങ്കിൽ ആ ഒരു തറയൊക്കെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. തൂത്ത് വൃത്തിയാക്കിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഹാളൊക്കെ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലാണ് കിടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മോളുടെ ഫ്രണ്ട്സൊക്കെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടേബിളൊന്നും പിന്നെ കാണാനേ പറ്റത്തില്ല. അതുപോലെ സാധനങ്ങളൊക്കെ വാരിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരുന്ന കാരണം അവൾ തന്നെയാണ് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സെറ്റും സംഭവങ്ങളെല്ലാം തൂത്ത് വൃത്തിയാക്കി അതുപോലെ തന്നെ തറയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറുവാണ്. ബെഡ്റൂമിൽ അങ്ങനെ വാരി വലിച്ചിടാനും മാത്രമൊക്കെ ഒന്നുമില്ല. പിന്നെ കിടക്കുന്ന ബെഡിൻ്റെ ചുറ്റുമായിട്ട് തലയണകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെയുള്ള ഉറങ്ങുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാലും കൈയൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അത് കാരണം ആർക്കും ഇടി കിട്ടാതിരിക്കാനൊക്കെ ആയിട്ട് ആ ഒരു ഭാഗത്തെല്ലാം തലയണ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും തലയണ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു തറയിലെ തണുപ്പ് ഈർപ്പം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തറ അങ്ങ് തുടച്ചിടാറുണ്ട്, അല്ലെങ്കിൽ തെന്നും ആ ഒരു ടൈലും കൂടി ആയതുകൊണ്ട്. പിന്നെ ഈ ഒരു വശത്ത് നമ്മുടെ ആ ഒരു ഒറ്റ റൂമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു റൂമിൽ ആ ഒരു വശത്ത് ഞാൻ ഇതുപോലെ അയ കെട്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 ദിവസം മുന്നേ അലക്കി ഒന്ന് തോന്ന് കിട്ടിയ ഡ്രസ്സാണ്. അപ്പോൾ അത് ഞാനൊന്ന് കാറ്റടിച്ച് ഉണങ്ങിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഇവിടെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. തീരെ പച്ച തുണിയൊന്നുമല്ല, അത്യാവശ്യം ഉണങ്ങിയ തുണിയാണ്. അതിലൊന്നും കൂടി നമ്മൾ വെയിലത്തിട്ട് ഉണക്കുന്ന പോലത്തെ ആ ഒരു നമ്മൾ വെയിലത്തിട്ട് ഉണക്കാതിരുന്ന ഒരു ചെറിയൊരു സ്മെല്ല് കാണും നമ്മുടെ തുണിക്ക് നനവോടെ ഇടുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഫാൻ ഇട്ടിട്ട് ഞാൻ അവിടെ ഇട്ടൊന്ന് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഹാള് മുഴുവനായിട്ട് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെള്ളം എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിലാണ് കേട്ടോ വെള്ളം എടുക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ കുഴൽക്കിണറായതുകൊണ്ട് അവിടുത്തെ വെള്ളം കുടിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത വീട്ടിലൊരു കിണറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം എടുക്കുന്നത്. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഞാൻ വെയിലൊന്ന് തെളിഞ്ഞ് വന്ന ആ ഒരു സമയത്ത് തുണിയെല്ലാം വാരി വീണ്ടും വിരിച്ചു കേട്ടോ. അപ്പോൾ തുണിയെല്ലാം വിരിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വെയിലിൻ്റെ മയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുറ്റമെല്ലാം ഒന്ന് അടിച്ച് വാരി ഇടാൻ കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് മുറ്റം അടിച്ച് വാരി ഇടുന്നത്. കാരണം ഇവിടെ അധികം കരിയിലും ചപ്പും ചവറൊന്നും അധികം ആവാറില്ല കേട്ടോ. ഈ ഒരു നിൽക്കുന്ന പച്ചപ്പിൻ്റെ ആ ഒരു ഇലയൊക്കെ വീഴാറുള്ളൂ. അപ്പോൾ 2 ദിവസത്തിലൊരിക്കലാണ് മുറ്റമൊക്കെ അടിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ വെയിലൊക്കെ തെളിഞ്ഞപ്പോൾ അടിച്ചിടാമെന്ന് വിചാരിച്ചു. ഇന്നൊരു 3 ദിവസമായിട്ടുണ്ട് കേട്ടോ. മഴയായ കാരണം ഒട്ടും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ ഒരു ഭാഗം നന്നായിട്ട് വഴുക്കലായിട്ട് കിടക്കുകയാണ്, തെന്നി കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ അധികം ഇറങ്ങാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് തൂത്തിട്ടിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടിപ്പിക്കാനായിട്ട്. അതൊന്ന് ഉണക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാരിയിട്ട മുറ്റത്തിട്ട് ആ ഒരു ഡ്രസ്സെല്ലാം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം 2 ദിവസമായി നമ്മൾ അലക്കിയിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടിയാലാണ് അടുത്ത സെക്ഷൻ അലക്കലും പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഉണക്കിയെടുത്ത് പിന്നെ നമ്മുടെ ആ ഒരു വറ്റൽമുളകൊക്കെ വാരി വെയിലത്ത് വെച്ച് കേട്ടോ. ഇനി നമ്മൾ കറിയുടെ പരിപാടികളിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ കറിയുടെ പരിപാടികളെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നോളൂ. പച്ചക്കായ നമ്മുടെ കത്തിരിക്ക ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് നമ്മൾ മീൻ വറുക്കുന്ന പോലെ ഒന്ന് വറുക്കാനായിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തേച്ച് പുരട്ടി വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കപ്പളങ്ങയും പരിപ്പും കൂടി ഇട്ടിട്ടൊരു ചാറ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചത്തേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പപ്പടവും വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പുറകെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാരി വെയിലത്തോണ്ടിട്ട് ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ അതിനിടയ്ക്ക് വെച്ച് തന്നെ മോളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ ഇന്ന് വീട്ടിൽ നിന്നാണ് അവർ കഴിച്ചിട്ട് പോകുന്നതും. അപ്പോൾ ഞങ്ങൾക്ക് അതിന് സംഭവങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോയാൽ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.